നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ നിയമസഭയിൽ ഭരണപ്രതിപക്ഷ വാക്പോര്. പ്രതി ചെന്താമര ജാമ്യവ്യവസ്ഥ ലംഘിച്ചത് പോലീസ് വീഴ്ചയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ പോലീസ് സംവിധാനം പരാജയപ്പെടുന്നു. പോലീസിന്റെ സമനില തെറ്റിയെന്ന് എൻ ശംസുദ്ദീൻ എംഎൽഎ ആരോപിച്ചു. നെന്മാറയിൽ 2 ജീവനുകൾ കൊലക്കത്തിക്ക് വിധേയമായത് പോലീസിന്റെ അനാസ്ഥ കൊണ്ട് മാത്രമാണെന്ന് അദ്ദേഹം ആരോപിച്ചു. സർ, നമുക്ക് നഷ്ടമായത് എന്ന് കാണേണ്ടി വരും. ഇവിടെ പോലീസിന്റെ കൃത്യമായ വിലോപം ആ കാര്യത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ സർ, ഇവിടെ സർക്കാർ ആ കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുക്കണം. 2 കുട്ടികൾ അനാഥമായിരിക്കുകയാണ്. സർക്കാർ ഏറ്റെടുക്കണം. അവരുടെ മൊത്തം ചെലവ് വഹിക്കണം, വിദ്യാഭ്യാസ ചെലവ് വഹിക്കണം, വീടും മറ്റ് സൗകര്യങ്ങളും ചെയ്യണമെന്നുള്ളത് ഈ അടിയന്തര പ്രമേയത്തിന്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കുകയാണ് സർ. പോലീസ് അഴിഞ്ഞാട്ടവും അതിക്രമവും നമ്മുടെ സംസ്ഥാനത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ആഴ്ചകളിൽ മാത്രം നടന്ന സംഭവങ്ങൾ മാത്രമേ സർ ഞാൻ ഈ അടിയന്തര പ്രമേയത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. പത്തനംതിട്ട സംഭവത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു. പത്തനംതിട്ടയിൽ വിവാഹ പാർട്ടി അവര് സൽക്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വണ്ടി നിർത്തി അതിലൊരാളെ ഇറക്കുകയാണ് ആ പ്രദേശത്ത്. അവർക്ക് പിന്നെയും കുറച്ചും കൂടി ദൂരെ പോകണം. അപ്പോൾ ആ വണ്ടിയിലുള്ളവർ പുറത്തിറങ്ങി നിന്നു. ഒരു പോലീസ് വണ്ടി ഓടി വരികയാണ്. പാഞ്ഞെത്തിയ പോലീസ് വണ്ടി ഒന്നും നോക്കാതെ ലക്കും ലഗാനില്ലാതെ തുരുതുരേ ഇവരെ അടിക്കുകയാണ്. ഈ അടി കിട്ടിയിട്ട് ഒരു സഹോദരി സിത്താര മോൾ ഓടുകയാണ്. ഓടി പോലീസിനെ പേടിച്ചോടിയ ആ സ്ത്രീ, അടി കിട്ടിയ സ്ത്രീ വീണെടുത്തിട്ട് SI ആ സഹോദരിയെ ചവിട്ടി, അതിൻ്റെ തോളല് പൊട്ടി. ഇത് കണ്ട് വീണ്ടും അവരുടെ സഹോദരൻ ഓടി വന്നു. തല്ലല്ലേ എന്ന് പറഞ്ഞു. അവനെയും പൊതിരെ തല്ലി. ഈ 5 പേരെ ക്രൂരമായി മർദ്ദിച്ചിട്ട് പോലീസ് വണ്ടി പോവുകയാണ്. തിരിഞ്ഞു നോക്കാതെ പോലീസ് വണ്ടി പോവുകയാണ് സർ. അങ്ങയുടെ പോലീസിന് എന്താണ് പറ്റിയത് സർ? എന്നിട്ട് പറയണ ആള് മാറിയാണ് ചെയ്തതെന്ന്. അവിടെ വേറെ ബാറിലൊരു ബഹളം ഉണ്ടായിരുന്നു, അവരാണെന്ന് ധരിച്ചാണ് ഇവരെ ചെയ്തതെന്ന്. ഇങ്ങനെ ആള് മാറി അടിക്കുന്നവർ അത് ഗൗരവം കൂടുമല്ലോ സാർ. ഇത്ര വെളിവില്ലാത്തവരെ പോലീസിലെടുക്കാൻ പറ്റുമോ സാർ? അവനെ ഒരു കാലത്തും പോലീസിലേക്ക് തിരിച്ച് ഏൽപ്പിക്കാൻ പാടില്ല. പത്തനംതിട്ടയിലുണ്ടായ അക്രമ സംഭവം സാധാരണഗതിയിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണെന്നും തെറ്റു ചെയ്താൽ കർശനമായ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജാമ്യവ്യവസ്ഥ ലംഘിച്ചാൽ പരിശോധിക്കേണ്ടത് കോടതിയാണ്. ക്രമസമാധാന നില ആകെ തകർന്നെന്ന് വരുത്തരുതെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്രയോ മികവാർന്ന കാര്യങ്ങളാണെന്നും നമ്മുടേത് വർഗീയ ലഹളയില്ലാത്ത സംസ്ഥാനമായി നിലനിൽക്കുന്നതിനിടയാക്കുന്നത് പോലീസിന്റെ ഇടപെടലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഞാൻ ചെന്താമരയെ ന്യായീകരിക്കാനാണോ സർക്കാർ നിൽക്കുന്നത്? ചെന്താമരയെ ഏതെല്ലാം തരത്തിൽ പെട്ടെന്ന് പിടികൂടാൻ പറ്റുമോ ആ നടപടികളൊക്കെ സ്വീകരിച്ചല്ലോ. പിന്നെ അതിനകത്ത് പോലീസിൻ്റെ ഭാഗത്ത് വന്ന വീഴ്ച എന്ന് പറയുന്നത്, ഇത്തരമൊരു പരാതി കിട്ടിയപ്പോൾ ആ പരാതി അതീവ ഗൗരവമായിട്ട് കൈകാര്യം ചെയ്യണമായിരുന്നു. അത് ജാമ്യത്തിലിറങ്ങിയ ഒരാളുടെ കാര്യം മാത്രമായിട്ടല്ല വരുന്നത്. അയാൾ കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന പരാതിയാണ് വരുന്നത്. അതിൻ്റെ മേലെയുള്ള നടപടി പോലീസ് സ്വീകരിക്കേണ്ടതായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് വെറുതെയാണോ സസ്പെൻഡ് ചെയ്തത്? എന്താണ് നിങ്ങൾ അത് കാണാത്തത്? ആ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തുകയല്ലേ. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ വരുമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് അതിനെ അറിയാം. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ കണ്ടെത്തണ്ടേ? കുറ്റവാളിയെ സംരക്ഷിക്കുന്ന കുറ്റവാളി എന്ന് നമ്മൾ ഇപ്പോൾ കരുതുന്ന ഒരാളെ, അതാണല്ലോ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്ത കാര്യം, തെറ്റായ കാര്യങ്ങൾ ചെയ്തു എന്ന്. ആ തെറ്റിനെ കുറിച്ച് മൂടി വെക്കാൻ തയ്യാറായോ? സംരക്ഷിക്കാൻ തയ്യാറായോ? നടപടി എടുക്കാനല്ലേ തയ്യാറായത്?